മലയാളികളുടെ സ്വന്തം ലാലേട്ടന് ഒരു വെറൈറ്റി പിറന്നാൾ സമ്മാനവുമായി ചിത്രകാരൻ ഡാവിഞ്ചി സുരേഷും സംഘവും. ചക്ക ഏറെ ഇഷ്ടമുള്ള ആരാധകരുടെ സ്വന്തം ലാലേട്ടന് ഒരു ചക്ക ചിത്രം ഒരുക്കിയാണ് ഡാവിഞ്ചി സുരേഷും സംഘവും ആശംസകൾ നേർന്നത്. ചുവന്ന ചക്ക കിട്ടിയത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ പടം ചെയ്യാൻ തീരുമാനിച്ചത്. സാധാരണ മഞ്ഞച്ചക്ക കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു ചിത്രം ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ ഈ ഒരു ചുവന്ന ചക്ക അന്വേഷിച്ച് നടന്ന കൂട്ടത്തിലാണ് നമ്മളുടെ വർഗീസേട്ടനെ പരിചയപ്പെടുന്നത്. ഈ വർഗീസേട്ടൻ ഇവിടത്തെ ഒരു വലിയൊരു സംഭവമാണ്. കാരണം ഇവിടെ ഏതാണ്ട് എത്ര തരം പ്ലാവ്? 65 ഇനം പ്ലാവുകളുണ്ട്. 65 ഇനം പ്ലാവുകളാണ് ഈ ഒരു തോട്ടത്തിലുള്ളത്. എന്താണ് ലാലേട്ടനെ തെരഞ്ഞെടുക്കാൻ കാരണം? നമ്മൾ ഈ ഒരു ജന്മദിനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ഈ പ്ലാവും തോട്ടത്തിൽ ലാലേട്ടനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാരണം അദ്ദേഹത്തിന്റെ കൃഷിയോടുള്ള ഒരു താല്പര്യം. അദ്ദേഹത്തിന്റെ ഫിലിമിൽ മുഴുവൻ അദ്ദേഹം ഒരു കൃഷിക്കാരന്റെ റോള് കൈകാര്യം ചെയ്താൽ എന്നെ സംബന്ധിച്ച് വളരെ മനോഹരമായിട്ട് അദ്ദേഹം ചെയ്യാം. ഒരു കർഷകന്റെ യഥാർത്ഥ റോള് അത് അഭിനയത്തിലൂടെ കാണിക്കുക എന്ന് പറഞ്ഞാൽ റയർ ആൻഡ് റയറസ്റ്റ് നടന്മാർക്ക് സാധിക്കും. അദ്ദേഹത്തിന്റെ ഏത് ഫിലിമുകൾ നമ്മൾ കണ്ടാലും ഒരു കൃഷിക്കാരനായ ഒരു കൈക്കോട്ട് തോളത്ത് വെച്ച് പോകുന്ന രംഗം, ഒരു മുണ്ട് വളച്ചു കുത്തി അദ്ദേഹം കൃഷി ചെയ്യുന്ന രംഗം, ആ കൃഷി ഉൽപ്പന്നങ്ങൾ കൊടുക്കാൻ പോകുന്ന രംഗം, ഒരു സാധനം വാങ്ങിക്കാൻ പോകുന്ന രംഗം, ഒരു കൃഷി സ്ഥലത്ത് അദ്ദേഹം നടക്കുന്ന രീതി എല്ലാം ഒരു കർഷകനെ സംബന്ധിച്ച് വലിയൊരു അംഗീകാരമാണ്. 65-ാം വയസ്സ് തികയുന്ന മലയാളത്തിന്റെ സൂപ്പർ താരം മോഹൻലാലിന്റെ ചിത്രം ചെയ്തിരിക്കുന്നത് 65 ഇനം പ്ലാവുകളുള്ള തോട്ടത്തിന് നടുവിലാണ്. വിവിധ ഇനം നിറങ്ങളിലുള്ള ചക്കച്ചുള, ചക്കക്കുരു, ചക്കപ്പോള, ചക്കമടൽ, അങ്ങനെ ചക്കയുടെ വിവിധ ഭാഗങ്ങൾ കൂട്ടിച്ചേർത്തപ്പോൾ ലാലേട്ടന്റെ മുഖം റെഡി. പശ്ചാത്തലത്തിൽ പച്ചയും മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള പ്ലാവിലകൾ. തൃശൂർ വേലൂരിലെ കുറുമാൽക്കുന്ന് വർഗീസ് തരകന്റെ ആയൂർ ജാഗ് ഫാമിലാണ് ചക്ക കൊണ്ടുള്ള ലാലേട്ടന്റെ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. 8 അടി വലുപ്പത്തിൽ 2 അടി ഉയരത്തിൽ ഒരു തട്ടുണ്ടാക്കി തുണി വിരിച്ച് അതിൽ മോഹൻലാലിന്റെ ചിത്രം സ്കെച്ച് ചെയ്താണ് ചക്കച്ചുളകൾ നിരത്തുന്നത്. ഡാവിഞ്ചി സുരേഷിനൊപ്പം ആയുർ ജാഗ് ഫാമിലെ തൊഴിലാളികളും ക്യാമറമാൻ സിംബാദും സുഹൃത്തുക്കളായ റിയാസ് മടവനയും സെയ്ദ് ഷാഫിയും ചേർന്നാണ് ഈ ചിത്രം ഒരുക്കിയത്. 5 മണിക്കൂർ സമയമാണ് ഇതിനായി ചിലവഴിച്ചതെന്നും 20 ചക്കയോളം ഇതിനായി ഉപയോഗിച്ചുവെന്നും ഡാവിഞ്ചി സുരേഷ് പറഞ്ഞു. കേരളത്തിലെ ഒരു 15 സ്ഥലങ്ങളിൽ ഞാൻ അന്വേഷിച്ചു എനിക്ക് റെഡ് ചക്ക കിട്ടാൻ വേണ്ടി. ഒരുപാട് അറിഞ്ഞിട്ട് ഒരു സ്ഥലത്ത് എനിക്ക് കിട്ടാൻ പറ്റിയില്ല. അവസാനമാണ് നമ്മുടെ വർഗീസേട്ടന്റെ നമ്പർ കിട്ടുന്നതും വിളിക്കുന്നതും. ഇങ്ങനെ റെഡ് ഇല്ലാതെ നമുക്ക് ഈ ചിത്രം പൂർണ്ണമാവില്ല. മഞ്ഞ ചക്ക കൊണ്ട് നമുക്ക് ഇത്തരത്തിലൊരു ചിത്രം തീർക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ റെഡ് ചക്ക കിട്ടിയപ്പോ റെഡിന്റെ തന്നെ 2-3 വെറൈറ്റി. ഇപ്പൊ ഡാർക്ക് കളർ, ലൈറ്റ് കളർ ഉണ്ട്. അപ്പൊ മഞ്ഞ തന്നെയാണെങ്കിൽ മഞ്ഞയുടെ ലൈറ്റ് ക്രീം കളർ വരെ ഉണ്ട്, പിന്നെ വൈറ്റ് ഉണ്ട്. ഇനി ചക്കയുടെ തൊണ്ട് വെച്ചപ്പോ താടി രോമങ്ങളും രോമങ്ങളൊക്കെ വെച്ചിരിക്കുന്നത് ചക്കയുടെ തൊണ്ടാണ്. അത് ഉണങ്ങിയത് കൊണ്ട് പച്ചയുണ്ട്, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. ആകെ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് മാത്രമാണ് പ്ലാവിന്റെ ഇലകൾ. അതെ, ചക്കയും. ഒരു ചിത്രത്തെ നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു തീം, പ്രത്യേകിച്ച് ചക്ക, ആ തീം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചക്കയുടെ കുരു, ചക്കയുടെ ചൗങ്ങി, അതുപോലെ തന്നെ പോള, അതുപോലെ ചക്കയുടെ മടൽ തന്നെ കറുപ്പ് കളറിലേക്ക് എത്തിയ ഉണങ്ങിയ മടൽ. അതിലേറ്റവും ഗംഭീരമായിട്ടുള്ളത് വെറൈറ്റി നിറങ്ങളോടുകൂടിയ ചക്കച്ചുളകളാണ്. യഥാർത്ഥത്തിൽ ചുവന്ന ചക്കച്ചുള, എന്താ പറയുക, കുറച്ച് അല്ലേ, ഒരു റോസ് കളറിലായ ചക്കയുടെ ചുള, വൈറ്റ്, മഞ്ഞ, ഒരു പക്ഷേ ചക്കയുടെ വൈവിധ്യം, ചക്കയുടെ പല പ്രായമുണ്ട്. മൂക്കാത്തത്, മൂത്തത്, പഴുത്തത്. അതെ. ഗംഭീരം പറയാതിരിക്കാൻ നിർവഹമില്ല. പിന്നെ ഈ ചിത്രത്തിന് രൂപകൽപ്പന ചെയ്ത പിന്നെ ഡാവിഞ്ചി സുരേഷ്, അദ്ദേഹം ഇപ്പോൾ 97ാമത്തെ ചിത്രമാണ് ഈ നിലയിൽ രൂപപ്പെടുത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 ചിത്രം കൂടി ആയാൽ ഇത്തരം വൈവിധ്യമാർന്ന പിന്നെ ചിത്രങ്ങൾ 100 തികയും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നമുക്കറിയാം, ഇത് മുകളിൽ നിന്ന് ഇതിൻ്റെ ചിത്രം എടുക്കുമ്പോഴാണ് കുറേ കൂടി ഇതിനെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി കഴിയുക, ഇതിനെ ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുക. ഗംഭീരമായ ചിത്രം ചെയ്ത ഡാവിഞ്ചി സുരേഷിനെയും ഇതിന് അവസരമുണ്ടാക്കി കൊടുത്ത പിന്നെ വർഗീസ് തരകൻ, അദ്ദേഹത്തെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുന്നു.
ഡാവിഞ്ചിയോടൊപ്പം സഞ്ചരിക്കുന്ന ടീം അംഗങ്ങളെയും വർഗീസേട്ടന്റെ എല്ലാ ജോലിക്കാരും ഇതിനൊപ്പം അതാ പറഞ്ഞ ടീം അംഗങ്ങളില്ലാതെ പറ്റില്ലല്ലോ. അതെ അതെ അതായത് വർഗീസേട്ടൻ്റെ ജോലിക്കാരും അങ്ങയുടെ ടീം അംഗങ്ങളും ചേർന്ന് നടത്തിയ ഈ പ്രവർത്തനത്തെ എല്ലാ അർത്ഥത്തിലും ഗംഭീരാണ് അഭിനന്ദിക്കുന്നത്. ചക്കച്ചിത്രം ഒരുക്കുന്നത് നേരിൽ കാണാനായി വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയും സ്ഥലത്തെത്തിയിരുന്നു. Subscribe to One India and never miss an update.